ഗൈസ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. പിന്നെ കണ്ണൂരിൽ നിന്ന് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ പൈതൽമല യാത്രയെ കുറിച്ചാണ്. കണ്ണൂരിൽ നിന്ന് പൈതൽമലയിലേക്കുള്ള യാത്ര കാറിലാണ്. ആദ്യമായിട്ടാണ് കാറിൽ പോകുന്നത്. ഇതിന് മുമ്പിൽ ബസ്സിലും അങ്ങനെയൊക്കെയാണ് പോയത്. അപ്പോൾ നമുക്ക് യാത്രയിലേക്ക് കാണാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ തളിപ്പറമ്പ് കഴിഞ്ഞ് മഞ്ഞയും തളിപ്പറമ്പൊക്കെ കഴിഞ്ഞിട്ട് നേരെ പൈതൽമലയിലേക്ക് പോവാണ്. ബാക്കി കാഴ്ചകൾ കാണാം. വന്ന സ്ഥലം നാടുകാണി. അരമണിക്കൂറേ ഉള്ളൂ പൈതൽമലയിലേക്ക്. ഫസ്റ്റ് മൈൽ സ്റ്റോൺ കാണുന്നില്ല അല്ലേ? അതന്നെയാണ് പൈതൽമല. കാണുന്നതാണ് പൈതൽമല. 20 മിനിറ്റ് ഉണ്ട് യാത്ര. ഇല്ലിപ്പോൾ ഇത് കയറിപ്പോൾ എന്നാന്ന് സ്കൂട്ടി ഇതിന് മുകളിൽ കയറാൻ ഇച്ചിരി പണി. നമ്മളിപ്പോ 9 കിലോമീറ്ററേ ഉള്ളൂ പൈതൽമലയിലേക്ക്. നേരത്തെ ആ സ്ഥലം വരുന്ന അതല്ല, കുടിയാൻമലയിൽ നിന്ന് ഒരു സൈഡ് റോഡ് ഉണ്ട്. ആ റോഡിൽ 9 കിലോമീറ്റർ പൈതൽമല. പൈതൽ പാരഡൈസ്. ഇത് പൊട്ടൻപ്ലാവ് എന്ന സ്ഥലം. ഇവിടെയാണ് ബസ് വരെ വരിക. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നടന്നു പോകലാണ് ചെയ്യാറ് പൈതൽമലയിലേക്ക്. പൊട്ടൻപ്ലാവ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഓക്കെ, അപ്പം നമുക്ക് നേരെ പൈതൽമലയിലേക്ക്. എനിക്കെന്ന് പറഞ്ഞു മാപ്പ് നോക്കണ്ടല്ലോ. നമ്മള് പൈതൽമല എത്തി. ഒരുപാട് കയറ്റവും അതികഠിനമായ മലകളൊക്കെ താണ്ടി എത്തിയിരിക്കുകയാണ്. ഇതാ കാണുന്നതാണ് ഈക്കോ ടൂറിസം. ഗൈസ് എത്തി.
അപ്പം അങ്ങനെ കാറിൽ ആദ്യമായിട്ട് നമ്മൾ പൈതൽ മല വന്നിരിക്കുകയാണ്. വാ, അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോവാം, ട്രക്കിങ്ങും ചെയ്യാം. കിടില്ല തന്നെ നമ്മൾക്ക് സാധിച്ചു ഗൈസ്. ഈ കാറിൽ പൈതൽ മല വരെ ഓടിച്ച് വരിക. ഇതാണ് ഈക്കോ ടൂറിസ്റ്റിൻ്റെ അപ്പോൾ കൗണ്ടറുണ്ട്. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് നമുക്കുള്ളിൽ കയറാം. ഇപ്പോൾ സമയം 2 മണിയായി. ഒരു 4-5 മണിക്കുള്ളിൽ വരണം. പൈതൽമല വാച്ച് ടവർ ഉണ്ട്. പൈതൽമല ഈക്കോ ടൂറിസം. ഇതിൽ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യുന്നില്ലേ? അല്ല, ഇതിൽ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യുന്നില്ല, അതൊന്നും പ്രശ്നമില്ലേ? അപ്പം അങ്ങനെ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് പൈതൽമല. എന്താ കാട് നിറച്ചും ഫോറസ്റ്റ്. വേണ്ട ഫുൾ പച്ചപ്പ്. പൈതൽമല വാച്ച് ടവർ 1.5 കിലോമീറ്റർ ഉണ്ട്. കാടാണ് ജീവൻ, കാടാണ് പ്രാണവായു, കാടില്ലെങ്കിൽ നാമില്ല. വീടിൻ്റെ ശബ്ദം. അങ്ങനെ ആദ്യത്തെ വ്യൂ പോയിന്റ് കണ്ട്. ഇനിയുണ്ട് കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ്. പൈതൽമല വാച്ച് ടവർ 500 മീറ്റർ. കാട്ടുതീ തടയും, കാടിനെ രക്ഷിക്കൂ. കാട്ടുതീ തടയൂ, കാടിനെ രക്ഷിക്കൂ. അങ്ങനെ നമ്മൾ എത്താറായി. പൈതൽമല വാച്ച് ടവർ 500 മീറ്റർ ഉള്ളത്. അപ്പം ആദ്യം നമ്മൾ പൈതൽമലയുടെ പുല്ലുകളും ആ ഒരു വ്യൂ പോയിന്റ് എത്തിയിരിക്കുകയാണ് ഗൈസ്. വെൽക്കം ടു പൈതൽമല. വാവ്. ഈ വഴിയിലാണ് വന്നത്. ഇനി കുറച്ച് തുറന്ന സ്പേസിലുള്ള നടത്താണ്. വന്ന വഴി നമ്മളിപ്പോൾ എത്തിയിരിക്കുകയാണ്. ഇതാണ് പൈതൽമലയുടെ വാച്ച് ടവർ. ഓക്കെ, വാ, ആ മലേൻ്റെ മുകളിൽ നിന്ന് നമ്മൾ നടന്നു വന്നിരിക്കുന്നത്. അങ്ങനെ സക്സസ്ഫുള്ളായിട്ട് വിജയിച്ചിരിക്കുകയാണ് പൈതൽമല. ഇവിടെ കണ്ണൂരല്ലേ? ടൗണ് കഴിഞ്ഞ എയർപോർട്ടൊക്കെ അവിടെ അങ്ങോട്ട് കണ്ണൂർ ടൗൺ. ഇവിടെ പയ്യാമ്പൽ ലൈറ്റ് ഹൗസ്, വളപട്ടണം പുഴ, മട്ടന്നൂർ വിമാനത്താവളം, ഏഴിമല, നാവികക്കാതുമല വ്യൂ, പയ്യന്നൂർ, കാഞ്ഞങ്ങാട് ബേക്കൽ ടവങ്ങൾ, കാസർഗോഡിൻ്റെ. ഈ ഭാഗത്തേക്ക് നോക്കിയാൽ ഇത് കർണാടക സ്റ്റേറ്റ് കുടക് ഡിസ്ട്രിക്റ്റിന്റെ കൂർഗ് ഏരിയയിലെ മലനിരകൾ. അങ്ങ് ഭാഗത്തേക്ക് നോക്കിയാൽ കോഴിക്കോട് വയനാടൻ മലനിരകൾ, താമരശ്ശേരി ചുരം മലനിരകൾ. ഓ, അങ്ങനെ. പക്ഷെ നമുക്ക് ക്ലിയർ ആയിട്ട് എയർപോർട്ടൊക്കെ കാണാൻ പറ്റുമോ? ഇന്നിപ്പോ കംപ്ലീറ്റ് പൊല്യൂഷൻ പോലെ മൂടി കിടക്കുന്നുണ്ട്. ഇത് മഞ്ഞാണോ? മഞ്ഞല്ല, ശരിയായ മഞ്ഞല്ല. കാരണം ഇവിടെ നോക്കുമ്പോൾ ടൗണിൽ മഞ്ഞാന്ന് തോന്നുന്നു, ടൗണിൽ ചെന്ന് നോക്കുമ്പോൾ ഇവിടെ മഞ്ഞാന്ന് തോന്നുന്നു. ഭക്ഷണമൊക്കെ നിങ്ങൾ എങ്ങനെ PSC ഒന്നും എടുക്കാൻ തുടങ്ങിയിട്ടൊന്നുമില്ല? ഇല്ല, ഇതൊക്കെ വെറും താൽക്കാലിക പോസ്റ്റ്. ഡെയിലി ബേസിൽ PSCക്കാർ വന്നു കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഓഫീസറായിട്ടാണ്. അല്ല, തണുപ്പ് കൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്ന തൊണ്ടവേദന ഇതൊക്കെ കൊരയൊക്കെ തണുപ്പ് അടിച്ചിട്ട് രാവിലെ മുതലേ മാറി വരികയില്ല. വരുന്ന ആൾക്കാർ വരുമ്പോ ഇവിടെ നിൽക്കും. അന്നേരം നന്നായി വെയില് കഴിഞ്ഞാൽ 5 മിനിറ്റ് നടത്തിരിക്കുക. അവിടെ ചെല്ലുമ്പോൾ നല്ല തണുപ്പ്. വെയിലും തണുപ്പെല്ലാം മാറി വന്നിട്ട് ഉള്ളിൽ വിശ്രമിക്കാനുള്ള ഇതൊക്കെ ഉണ്ടോ? വിശ്രമിക്കാൻ പറ്റും. ഓക്കെ. ഇവിടെ കണ്ണൂർ, ഇവിടെ കണ്ണൂർ ഭാഗം, ഇവിടെ പയ്യന്നൂർ. അങ്ങനെ
അങ്ങനെയൊക്കെ അയാൾ പറഞ്ഞത്.